വയനാട്ടിലെ BDJ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം പിന്നീടെന്ന് തുഷാർ വെള്ളാപ്പള്ളി. രാഹുൽ ഗാന്ധി വന്നാൽ BJPയുമായി സീറ്റ് വെച്ചുമാറുമെന്നും തുഷാർ. ആലത്തൂരിൽ TV ബാബു, ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ, മാവേലിക്കരയിൽ തഴവ സഹദേവൻ എന്നിവർ മത്സരിക്കും. അല്പം മുമ്പ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. വയനാട്, തൃശൂർ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഈ സീറ്റുകളിലെ പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് തുഷാർ വെള്ളാപ്പള്ളി പങ്കുവച്ചത്. രണ്ടിടങ്ങളിൽ ഒരിടത്ത് താൻ മത്സരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാവേലിക്കരയിൽ തഴവ സഹദേവൻ BDJന്റെ സ്ഥാനാർത്ഥിയാകും. ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആലത്തൂരിൽ TV ബാബു BDJന് വേണ്ടി മത്സര രംഗത്തുണ്ടാകും. 5 സീറ്റുകളിൽ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വയനാട്, തൃശൂർ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുസരിച്ചാകും വയനാട് സീറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുക. നിലവിൽ BDJന്റെ പക്കലുള്ള സീറ്റ് രാഹുൽ ഗാന്ധി മത്സരത്തിനെത്തിയാൽ BJPക്ക് വിട്ടു നൽകാൻ തയ്യാറാണ് എന്നും തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നു. വിജയ സാധ്യത എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളിലും BDJ മുന്നണിയുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, വൈകിയാണെങ്കിലും BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളായി. പക്ഷേ വയനാടും തൃശൂരും ചില കാരണങ്ങൾ കൊണ്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്താണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്? മറ്റു വിവരങ്ങൾ എന്താണ്? അനന്തെ, തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് വരെ പുറത്തു വന്നിരുന്ന വാർത്ത. എന്നാൽ താൻ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം തൃശ്ശൂരോ വയനാട്ടിലോ മത്സരിക്കും. വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെങ്കിൽ വയനാട്ടിൽ മത്സരിക്കാനാണ് സാധ്യത എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ BDJന്റെ നേതാക്കളൊക്കെ തന്നെ നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെയും ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൃശൂർ മത്സരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ വേറൊരു സ്ഥാനാർത്ഥിയായിരിക്കും ഒരു പക്ഷേ വയനാട്ടിൽ വരിക. അതല്ല, രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ BJPയോ അല്ലെങ്കിൽ BDJന്റെ നേതാക്കളോ മത്സരിക്കാനുള്ള സാധ്യത വയനാട്ടിലുണ്ടാവും. ഇക്കാര്യവും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. എന്തായാലും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി BDJന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എല്ലാ മണ്ഡലത്തിലും വിജയ സാധ്യതയുണ്ട്. തൃശ്ശൂരടക്കം എല്ലാ മണ്ഡലത്തിലും വിജയ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജിവെച്ച് മാറി നിൽക്കുന്നതിനെ കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, അത് വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നേരെ മറിച്ച് യോഗം അത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വന്ന് മത്സരിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് വിജയസാധ്യത കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഇപ്പോഴും വയനാട് സീറ്റ് ചർച്ചകളിൽ നിന്ന് മാറി നിന്നിട്ടില്ല. വയനാട് സീറ്റിൽ സ്ഥാനാർത്ഥി ആയിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇക്കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ? ഒപ്പം തന്നെ ചില ഉപാധികൾ ഒക്കെ മുന്നോട്ട് വെച്ചാണ് തുഷാർ മത്സരരംഗത്ത് എത്തുന്നത് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇതിൽ എന്ത് പ്രതികരണമാണ് നടത്തിയത്? തീർച്ചയായിട്ടും ജോർജത്തെ, നേരത്തെ NDAയുടെ നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ BJPയുടെ നേതാക്കളുമായിട്ട് BDJ അത്രത്തോളം ഒരു രമ്യതയിലായിരുന്നില്ല കഴിഞ്ഞ തവണ വരെ. എന്നാൽ ഇത്തവണ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് BDJ രംഗത്ത് വന്നിരിക്കുന്നത്. ബോർഡ് സ്ഥാനമാനങ്ങളൊക്കെ തന്നെ നൽകാമെന്നുള്ള ഉറപ്പ് ഇത്തവണ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും. കാരണം നേരത്തെ BDJ എന്ന് പറയുമ്പോൾ അത്രത്തോളം ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ BDJന്റെ പ്രസക്തി BJP നേതൃത്വത്തിന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവർ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാമെന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് താനടക്കമുള്ളവർ BJPയോടൊപ്പം ചേർന്ന് നിന്ന് കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അതിർത്തികളുമൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ മത്സരരംഗത്ത് വന്നിരിക്കുന്നത്. BJPയുടെ ദേശീയ അധ്യക്ഷൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം തനിക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മത്സരരംഗത്തേക്ക് വന്നതെന്നും തുഷാർ പറയുകയുണ്ടായി. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. BDJ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരികെ എത്താം, ഇടവേള. NDA സംസ്ഥാന നേതൃയോഗം തിരുവല്ലയിൽ പുരോഗമിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് BJP ഏറ്റെടുക്കുന്ന കാര്യത്തിലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിലുമാണ് പ്രധാന ചർച്ചകൾ നടക്കുന്നത്. അതേസമയം പ്രചരണത്തിൽ പിന്നിലാണെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർ, NDA നേതൃയോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ചയാകുന്നത്?
ജോർജറ്റ് NDA സംസ്ഥാന നേതൃയോഗം പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയാം. ആദ്യഘട്ടത്തിലെ ഔപചാരിക ചർച്ചയിൽ ശേഷം ഇപ്പോൾ ശ്രീധരൻപിള്ള അടക്കമുള്ള നേതാക്കൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പത്നിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ പോയിരിക്കുകയാണ്. തുടർന്ന് ഇവർ വരുന്നതിന് ശേഷമായിരിക്കും രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുഖ്യ അജണ്ടയായി ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്നത്. BDJ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. 3 സീറ്റുകളിലാണ് പ്രധാനമായും പ്രഖ്യാപനം ഉണ്ടാവുക. അതായത് ഇടുക്കി, ആലത്തൂർ, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് പ്രധാനമായി സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാണെന്ന വിലയിരുത്തലും NDA നേതൃയോഗത്തിൽ ചർച്ചയായി ആവുന്നുണ്ട് എന്ന് തന്നെ പറയാം. നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി തന്നെ പൂർത്തിയാക്കി. ആദ്യഘട്ട പര്യടനം ഇപ്പോൾ പൂർത്തിയാകുന്നു. രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസും സ്ഥാനാർത്ഥി പട്ടിക 2 സീറ്റ് വിളിച്ച് ബാക്കിയല്ല സ്ഥാനാർത്ഥികളെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും പ്രചരണം എല്ലായിടത്തിലേക്കും ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന പരാതി ഉയർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സാഹചര്യവും വിലയിരുത്തുന്നുണ്ട് നേതൃയോഗം. അതേസമയത്ത് വയനാട് സീറ്റിൽ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന് BDJS ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ ആൻഡോ എന്നൊരാളാണ് BDJSനായി മത്സരിക്കുന്നത്. രാഹുൽ വരികയാണെങ്കിൽ ശക്തനായ ഒരു എതിരാളി തന്നെ BDJS അവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് തുഷാർ തന്നെയാണെന്നാണ് BDJS നേതൃത്വം പറയുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിന് പകരം BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും. തുഷാർ വെള്ളാപ്പള്ളി മുൻപ് മത്സരിക്കുമെന്ന് പറഞ്ഞത് തൃശൂർ സീറ്റിലാണ്. ഈ സീറ്റ് BJP ഏറ്റെടുക്കും. ഈ 2 സീറ്റ് ഒഴിച്ച് ബാക്കി 3 സീറ്റുകളുടെ പ്രഖ്യാപനമാണ് ഉണ്ടാവുക. അതേസമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ആയുധമായി ശബരിമല വിഷയത്തെ ഉപയോഗിക്കാനും നേതൃയോഗം ഇന്ന് തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ ഏതായാലും നിർണായക തീരുമാനങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പ്രചരണത്തിൽ ഏറെ പിന്നിലാണ് തങ്ങളെന്ന വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത്. സീറ്റ് പ്രഖ്യാപന ഘട്ടങ്ങളിൽ നേതാക്കൾ പല തട്ടിലായിരുന്നു. അതിന്റെ ഒരു വിഭാഗീയത BJPയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുന്നണിയുടെ യോഗം ചേരുന്നത്. അനുനയ ശ്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ഒപ്പം തന്നെ BDJSന്റെ സ്ഥാനാർത്ഥികളെ 3 ഇടങ്ങളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി തൃശൂരും വയനാടുമാണുള്ളത്. തൃശൂരിൽ മത്സരിക്കാനുള്ള സാധ്യതകളാണ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ വയനാട്ടിൽ തുഷാറിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളാണോ? NDA ഏത് തരത്തിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ അപേക്ഷിച്ചിരിക്കും തുഷാർ വെള്ളാപ്പള്ളി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കാരണം ഇപ്പോൾ കോൺഗ്രസ് പട്ടിക പുറത്തു വന്നിട്ടും വടകരയും വയനാടും തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ 2 സീറ്റിന്റെയും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന നീളം എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. കുറച്ചു മുമ്പ് തന്നെ ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, BDJSുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ഞങ്ങൾ ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നും തുഷാർ വെള്ളാപ്പള്ളി മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മത്സരിക്കുകയാണെങ്കിൽ, അതായത് ശക്തനായ ഒരു എതിരാളി വരികയാണെങ്കിൽ തുഷാർ വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തിയത്. എന്തായാലും തന്നെ നിലവിൽ ഈ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഒരുപാട് നീണ്ടത് മുന്നണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല, അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് NDA മുന്നണികളും പ്രവർത്തകരും പറയുന്നത്. അതേസമയത്ത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഫലപ്രദമായി ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളും ശബരിമല ഉൾപ്പെടെയുള്ള പ്രചരണ ആയുധമായി ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഏശിയിട്ടില്ല. പ്രചരണം ആയുധമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായി ചർച്ചയിൽ വരുന്നതാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയാൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്കാണോ NDA പോകുന്നത്? അതിനപ്പുറത്തേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്നോ മറ്റോ ഒരു വലിയ നേതാവ് രാഹുലിന് പകരം വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു നേതാവിനെ ഇറക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? അത്തരത്തിലുള്ള സൂചനകളുണ്ടോ? അതോ തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിലേക്ക് മാറ്റുക എന്നൊരു നിലയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും ജോർജറ്റ്, ഇനി 27 ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മാത്രമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു ദക്ഷിണേന്ത്യയിൽ നിന്നോ മറ്റോ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നത് ഫലപ്രദമായ ഒരു കാര്യമല്ല. അങ്ങനെയെങ്കിൽ നിലവിൽ ഒരു ശക്തനായ സംസ്ഥാനത്ത് നിന്നുള്ള പൊതുസമ്മതനായ ഒരു വ്യക്തിയെ തന്നെ വേണം BJPക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആ സാഹചര്യത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നറുക്ക് വീണത് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇതുകൊണ്ട് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി വയനാട് തന്നെ മത്സരിക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഇത് രാഹുലിന്റെ സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് മാത്രമായിരിക്കും തുഷാറിന്റെ സ്ഥാനാർത്ഥം വയനാട് മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ അവ്യക്തത തുടരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ
കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നീളുന്നു. ഈ സാഹചര്യത്തിൽ മാത്രമാണ് ഇതിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാവുന്നത്. ഇത് തന്നെ ഇപ്പോൾ മുന്നണികൾക്കിടയിൽ ഈ BJP പ്രവർത്തകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. ഈ സാഹചര്യത്തിൽ പ്രവർത്തനം എത്രത്തോളം ഏറ്റും എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന കാര്യങ്ങൾ ആശങ്കയുണ്ട്. അത് തന്നെയാണ് ഗീവർഗീസാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. NDA സംസ്ഥാന നേതൃയോഗം തിരുവല്ലയിൽ പുരോഗമിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് BJP ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പ്രധാന ചർച്ചകൾ നടക്കുന്നു. വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ആലോചനകളും പുരോഗമിക്കുകയാണ്. ഗീവർഗീസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് നിഷേധിച്ചതിനെതിരെ BJP സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും രംഗത്ത്. പാർട്ടിയെ കുറ്റപ്പെടുത്തി മുരളി മനോഹർ ജോഷി കാൺപൂർ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് എഴുതിയ കത്ത് പുറത്തായി. മുതിർന്ന നേതാക്കൾക്കെതിരായ മോദി അമിത്ഷാ നീക്കത്തിൽ RSS തലവൻ മോഹൻ ഭഗതിനും അമർഷമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. BJP MPയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ ഈ ആഴ്ച കോൺഗ്രസിൽ ചേരുമെന്നും വിവരങ്ങൾ ലഭ്യമാവുന്നു. BJPയിൽ കലാപക്കൊടി ഉയരുന്നു. മോദി അമിത്ഷാ പ്രമാദിത്വത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലമായ വാരണാസി 2014 മത്സരിക്കാനായി കൈയടക്കിയ മോദി പകരം നൽകിയ കാൺപൂർ സീറ്റ് ഇത്തവണ മുരളി മനോഹർ ജോഷിക്ക് നൽകുന്നില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി റാംലാൽ മത്സരരംഗത്തുനിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി വ്യക്തമാക്കി കാൺപൂരിലെ പ്രവർത്തകർക്ക് ജോഷി എഴുതിയ കുറിപ്പ് പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും പിന്മാറുന്നതായി സ്വയം പ്രഖ്യാപിക്കാൻ മുരളി മനോഹർ ജോഷിയോട് ദൂതന്മാർ മുഖേന മോദിയും അമിത്ഷയും ആവശ്യപ്പെട്ടെങ്കിലും നേരിട്ട് സംസാരിക്കാത്തതിനാൽ മുരളി മനോഹർ ജോഷി ദൂതന്മാരോട് പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കാൻ അവർ ഭയപ്പെടുന്നുവെന്നായിരുന്നു ജോഷിയുടെ ചോദ്യം. LK അദ്വാനിയോടും വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സമീപിച്ചെങ്കിലും ഉത്തരവാദിത്വപ്പെട്ടവർ സംസാരിക്കട്ടെ എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും സംസാരിച്ചില്ല. സീറ്റില്ല എന്ന കാര്യം പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് അദ്വാനി അറിഞ്ഞത്. സ്ഥാപക നേതാക്കളെ അവഗണിച്ചതിൽ RSS തലവൻ മോഹൻ ഭഗവതിനും അമർഷമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പട്ന സാഹിബിലെ BJP സിറ്റിംഗ് MPയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരുമെന്ന് ബീഹാർ കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ അഖിലേഷ് പ്രസാദ് സിംഗ് പ്രഖ്യാപിച്ചു. BJPയിലെ മോദി വിമർശകനായ ശത്രുഘ്നൻ സിൻഹയ്ക്ക് ഇത്തവണ BJP സീറ്റ് നൽകിയിട്ടില്ല. പകരം രവിശങ്കർ പ്രസാദിനെയാണ് പട്ന സാഹിബിൽ മത്സരിപ്പിക്കുന്നത്. 28, 29 തീയതികളിൽ ദില്ലിയിലെത്തുന്ന ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് നേതാക്കളെ കണ്ട് അംഗത്വം സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം നീളുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നത് എന്തെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യം എന്താണ് സുർജേവാല പറഞ്ഞത്? ജോർജറ്റ്, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഇതേവരെ വരാത്ത ഒരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസിന്റെ ദേശീയ വക്താവായ രൺദീപ് സിംഗ് സുർജേവാലയും ഇതേ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ വലിയ പ്രചരണമല്ലാതെ തന്നെ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി ഒരു തീരുമാനം ഇതേവരെ അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കർണാടക, തമിഴ്നാട്, അതുപോലെ തന്നെ കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി രാഹുൽ ഗാന്ധി ഈ 3 സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും മത്സരിക്കണമെന്ന് അതത് PCCകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യം മാത്രമേ ഇപ്പോൾ AICCയുടെ പരിഗണനയിലുമുള്ളൂ. എന്നാൽ അതേസമയം കേരളത്തിലെ നേതാക്കന്മാരാകട്ടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ സജീവമായി നടത്തുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ മുതിർന്ന നേതാക്കന്മാരോടോ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാരോടോ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തുറക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. നിലവിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്താൽ മാത്രമേ ഏത് മണ്ഡലത്തിൽ രണ്ടാമതായി മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ഉയരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വയനാടിന്റെ കാര്യം പരിഗണിക്കാനും ഉള്ള സാധ്യതയുള്ളൂ. ഇതാണ് നിലവിലെ സാഹചര്യം. നിലവിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം നീളുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഏതായാലും രാജസ്ഥാനിലെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ തിരക്കിലാണ്. ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഇന്ന് ഉണ്ടാകുമെന്ന് കരുതുവാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ അതേസമയം തന്നെ
ഈ രീതിയിൽ വടകര, വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് കോൺഗ്രസ് ക്യാമ്പിനെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും പ്രചരണം ഉൾപ്പെടെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രചരണവും മന്ദഗതിയിലാകുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഏതായാലും ഹൈക്കമാൻഡിലെ കേരള നേതാക്കന്മാർ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തും. ആ രീതിയിലുള്ള ഏതെങ്കിലും പ്രഖ്യാപനം അതിന്റെ ഭാഗമായി നടത്തണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അല്പസമയം മുൻപ് കോൺഗ്രസിന്റെ ദേശീയ വക്താവായ രൺദീപ് സിംഗ് സുർജേവാല വാർത്താ സമ്മേളനം നടത്തിയ വേളയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായത് വടകര മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വൈകുന്നത് എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായും ദേശീയ നേതൃത്വം ഈ ഒരു പ്രതിസന്ധി, കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രതിസന്ധി കൃത്യമായും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും ഇത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഇന്ന് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനം ഒരുപക്ഷെ നാളേക്ക് നീളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം നീളുകയാണ്. ദില്ലിയിൽ നിന്ന് ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ഓച്ചിറയിൽ നിന്നും കാണാതായ രാജസ്ഥാൻ പെൺകുട്ടിയെ കണ്ടെത്തി. ഒന്നാം പ്രതി മുഹമ്മദ് റോഷനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുംബൈയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ലെന്നും തനിക്ക് റോഷനൊപ്പം ജീവിക്കണമെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. 9 ദിവസമായി പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരിയാണ്. രാജ്കുമാർ, പോലീസ് എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്? ബാംഗ്ലൂർ വരെ ഇവർ രണ്ടുപേരും, ഈ പെൺകുട്ടിയും റോഷനും, കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ബാംഗ്ലൂർ വരെ എത്തി. അവിടെ വരെ പോലീസ് ഇവരെ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. പിന്നീട് റോഷൻ അയാളുടെ ഒരു വടക്കേണ്ടിയിട്ടുള്ള ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് ആദ്യം രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു സംഘം പോലീസ് രാജസ്ഥാനിലേക്ക് പോയത്. അതേസമയം തന്നെ മറ്റൊരു ടീമിനെ മുംബൈയിലേക്കും പോലീസ് ഫോൺ കോൾ ട്രേസ് ചെയ്ത് മുംബൈയിലേക്കും അയച്ചിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ SI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുംബൈയിൽ പനവേലിയിലെ ഒരു ചേരി പ്രദേശത്ത് ഒരു മുറിയുള്ള ഒരു വീട്ടിൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു വരികയായിരുന്നു. പരിസരവാസികൾ മുഴുവനും കരുതിയിരുന്നത് ഇവർ വിവാഹിതരായി ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്ന നിലയിലാണ് പരിസരവാസികളും കരുതിയിരുന്നത്. ആ ഒരു ചേരി പ്രദേശം കൂടിയാണ്. പോലീസ് അവരെ അവിടെ നിന്ന് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരെ ഇപ്പൊ പനവേലിലെ കോടതിയിൽ ഇവരെ ഹാജരാക്കും. കോടതി ഹാജരാക്കി കോടതിയുടെ അനുമതിയോടുകൂടിയായിരിക്കും കേരളത്തിലേക്ക് കൊണ്ടുവരിക. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. എപ്പോഴും ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ യാതൊരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല. കോടതി നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇതിൽ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ റോഷനുമൊത്ത് ജീവിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടതാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നതല്ല എന്നുള്ള ഒരു മൊഴിയാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രക്ഷിതാക്കൾ പറയുന്നത് പെൺകുട്ടിക്ക് 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. അതേസമയം പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് തെളിയിക്കുന്ന രേഖകളൊന്നും ഇതുവരെ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുമില്ല. അത് ഈ പെൺകുട്ടിയെ കേരളത്തിൽ എത്തിയിട്ട് തന്നെ ഏതാണ്ട് 16 വർഷത്തോളമായി പെൺകുട്ടി നാട്ടിൽ എത്തിയിട്ട്, അതായത് ഇവരെ കുടുംബം എത്തിയിട്ട്. അപ്പോൾ ആ സ്ഥിതിയിൽ ഈ പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവ്യക്തത നിലനിൽക്കുന്നുമുണ്ട്. അതും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ്. ഓച്ചിറയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ യുവാവിനൊപ്പം മുംബൈയിൽ കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കി. ഇരുവരെയും കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. തിരികെത്താം ഇടവേള. വാർത്തകളിലേക്ക്. ക്യാൻസറിന് മരുന്ന് കണ്ടെത്താനുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗവേഷകരുടെ ശ്രമങ്ങൾ ഫലവത്താകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ശാസ്ത്ര പ്രതിഭകൾ അന്താരാഷ്ട്ര തലത്തിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നവരാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ലിസി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘത്തിൽ ഡോക്ടർ രഞ്ജിത് പി നായർ, ഡോക്ടർ മോഹൻ, ഡോക്ടർ ആര്യ അനിൽ, ഡോക്ടർ മെജോസ് സി കോര, ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മനുഷ്യത്വവും പ്രതിഭയും സമന്വയിപ്പിച്ച ഫലമാണ് ഈ കണ്ടുപിടുത്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർണ്ണവരി പരാമർശവുമായി കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ്. വൈദ്യുതി മന്ത്രി MM മണിയെയാണ് നിറം പറഞ്ഞ് പീതാംബരക്കുറുപ്പ് പരിഹസിച്ചത്. അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലത്തോട് വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു, ഇത് തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി. വൈദ്യുതിയുടെ ചാർജുള്ള ബ്ലാക്ക്
മണി, വൈദ്യുതിയുടെ ചാർജുള്ള ഗ്രേറ്റ് ബ്ലാക്ക് മണി. അദ്ദേഹം പറഞ്ഞു, I am the minister issuing this order doubtlessly and do it. ഞാൻ പറഞ്ഞത് താനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. എടാ, 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവുമല്ലേ? കണ്ണൂരിൽ വീടുകൾ ആയുധപ്പുരകളാക്കി RSS. നടുവിൽ RSS താലൂക്ക് കാര്യവാഹകന്റെ വീട്ടിലെ ബോംബ് സ്ഫോടനം നാട്ടുകാർക്കിടയിൽ ഭീതിയും ആശങ്കയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ RSS കേന്ദ്രങ്ങളിൽ നിന്നും ബോംബുകളും ആയുധങ്ങളും പിടിച്ചെടുക്കുന്നതും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. ചില മാധ്യമങ്ങൾ പറയും പോലെ പക്ഷിക്കൂടിനകത്ത് അബദ്ധത്തിൽ വന്നുപെട്ടതല്ല ഉഗ്രശേഷിയുള്ള ബോംബുകൾ. RSS താലൂക്ക് കാര്യവാഹകന്റെ വീടിനോട് ചേർന്ന് സ്ഥാപിച്ച പക്ഷിക്കൂടിന്റെ അടിവശത്ത് പഴയ സാധനങ്ങൾക്കൊപ്പമാണ് ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബുകളും ഒളിപ്പിച്ചു വച്ചത്. ആ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് 2 പിഞ്ചുകുട്ടികൾക്ക് മാരകമായി പരിക്കേറ്റത്. കണ്ണൂർ നടുവിലിൽ RSS താലൂക്ക് കാര്യവാഹകന്റെ വീട്ടിൽ സൂക്ഷിച്ച ബോംബ് പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ തിരച്ചിലിൽ വീട്ടിൽ നിന്നും വൻ ആയുധ ശേഖരമാണ് കണ്ടെടുത്തത്. പഴക്കമുള്ളതും പുതിയ ആയുധങ്ങളും ബോംബ് നിർമ്മാണ സാമഗ്രികളും ഇതിൽ ഉൾപ്പെടുന്നു. സമാധാന അന്തരീക്ഷമുള്ള മേഖലയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ നാട്ടുകാരും കടുത്ത ആശങ്കയിലാണ്. നമ്മളെ ഈ നാട്ടിലെ ജനങ്ങളാകെ വലിയ ആശങ്കയിലാണുള്ളത്. ഇത്ര വലിയ ആയുധ ശേഖരവും ബോംബും ഒക്കെയായി ഈ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് നമ്മുടെ നാട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണോ എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് തലശ്ശേരി BJP ഓഫീസിന് സമീപം സൂക്ഷിച്ച ബോംബുകളും പൊട്ടിത്തെറിച്ചിരുന്നു. കണ്ണൂരിൽ തിരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കാനാണ് RSS ആയുധം സംഭരിക്കുന്നതെന്ന് CPIM ആരോപിച്ചു. ഈ വൻ ആയുധ ശേഖരണത്തിന്റെ കണ്ടെത്തൽ കൂടി വന്നതോടെ ഈ ജില്ലയിൽ ബോധപൂർവം സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തടയാനും സംഘർഷമുണ്ടാക്കാനുമുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. സ്ഫോടനം നടന്ന RSS താലൂക്ക് കാര്യവാഹകന്റെ വീട്ടിൽ ജില്ലയിൽ പലയിടത്തും എത്തിക്കാനായി ബോംബ് നിർമ്മാണം നടന്നിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ 37ാമത് ഷോറൂം അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ടൗൺ ഹാളിന് സമീപം 3 നിലകളിലായാണ് പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ, പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് ചെയർമാൻ PP ഔസേപ്പ് തുടങ്ങിയവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ, അടിമാലി സെന്റ് ജൂഡ് പള്ളി സഹവികാരി ഫാദർ ജോൺ ഉരോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഒരുക്കിയിട്ടുള്ളത്.